നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണല്ലോ. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലെ ആ ഒരു പ്രത്യേക ആശയം പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞ ആഴ്ച സാധിച്ചില്ല. ആ ആശയത്തിലേക്ക് വന്നതിന് ശേഷം നാലാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപ് നാം പാടിയതുപോലെ ആശ്വസിപ്പാനും ആശ്രയിപ്പാനും നമുക്ക് നമ്മുടെ കർത്താവുണ്ട്. ഈ മരുയാത്രയിൽ, ചൂടേറിയ ഈ മരുയാത്രയിൽ, ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആശ്വസിപ്പാനും ആശ്രയിപ്പാനുമായിട്ട് ഒരു അരുമനാഥൻ നമുക്കുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല, ആ ഗാനത്തിൽ ചെറിയാൻ സാർ രചിച്ചതിങ്ങനെയാണ്: ഈ അരുമനാഥനെ അറിയുവാനിടയായിട്ട് തീർന്നത് കാൽവറിയിലെ ക്രൂശിൽ ആ ആണികൾ കാൽക്കരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ ഓർത്തത് എന്നെയും നിങ്ങളെയുമാണ്. അതുകൊണ്ടാണ് ഈ ആശ്വസിപ്പാനും ആശ്രയിപ്പാനുമുള്ള ഈ അരുമനാഥനെ അറിയുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീർന്നത്. മാത്രമല്ല, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും ഭക്തകവി അവിടെ കുറിച്ചിടുവാനിടയായിട്ട് തീർന്നു. തൻ്റെ ഹൃദയത്തിൽ വേദനയേകുന്നതൊന്നും ഞാൻ ചെയ്തിടുമോ. തനിക്കത് പറയാൻ സാധിച്ചു. നമ്മളിന്നത് പാടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ ഇന്നത്തെ ഈ വചന പഠനത്തിലൂടെ തൻ്റെ ഹൃദയത്തിന്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനയേകുന്നതൊന്നും ചെയ്യുവാൻ ദൈവമേ എനിക്കിടയാകല്ലേ, അതിനായിട്ട് ഇന്നത്തെ പഠനം എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. നാം മൂന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത് അവിശ്വസ്തതകളുടെ മധ്യത്തിൽ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിച്ച ഭക്തൻ, അതിന് തന്നെ സഹായിച്ചത് ദൈവശ്വാസീയമായ തിരുവെഴുത്തുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും, ഈ മരുയാത്രയിൽ വിശ്വസ്തയോടുകൂടെ ഒരു ഭക്തന് ജീവിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. ഒന്നാം വാക്യത്തിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ അറിയുന്നതിലൂടെ നമുക്ക് ഈ മരുയാത്രയിൽ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, എങ്ങനെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും? ചില കാര്യങ്ങൾ വിട്ടൊഴിയുന്നതിലൂടെ നമുക്ക് വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും. എങ്ങനെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും? 3:10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അധികരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു. ചില കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും. എങ്ങനെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും? നിലനിൽക്കുന്നതിലൂടെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും. ഒടുവിലായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ എങ്ങനെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും ആ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് തിരുവെഴുത്തിനാൽ ഒരു ഭക്തനെ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിപ്പാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. അതിൽ ഈ തിരുവെഴുത്തുകളുടെ 5 പ്രത്യേകതകൾ 14, 16, 17 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് പറയുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. ഒന്ന്, അത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ ചില കുറിപ്പുകൾ, 5 കുറിപ്പുകൾ ചിന്തിച്ചു. ഈ തിരുവെഴുത്തുകൾ എന്നുള്ള പദം, തിരുവെഴുത്തുകൾ, അത് പദം തന്നെ, അതിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ പ്രത്യേകതയെ വെളിപ്പെടുത്തുകയാണ്. അത് വിശുദ്ധമാണ് എന്നുള്ളത്. അതിലും നമ്മൾ 5 കുറിപ്പുകൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു, സങ്കീർത്തനം 19 നിന്ന്. മാത്രമല്ല, ഈ തിരുവെഴുത്തുകൾ നമ്മെ തികഞ്ഞവനാക്കുന്നതാണ് എന്നുള്ളതും നമ്മൾ ചിന്തിച്ചു. അതിലും 5 പാഠങ്ങൾ പഠിക്കാനിടയായിട്ട് തീർന്നു. നാലാമതായിട്ട് ഈ തിരുവെഴുത്തുകളുടെ മറ്റൊരു പ്രത്യേകത, അത് പ്രയോജനമുള്ളതാണ്. അതിലും 5 പാഠങ്ങൾ നാം ചിന്തിച്ചു. ഒടുവിലായിട്ട് ഈ തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമാണ്. ഇതിൻ്റെ ഉപദേശ വിഷയത്തിലേക്കാണ് നമ്മൾ ഒടുവിലായിട്ട് പ്രവേശിച്ചത്. അതിൻ്റെ ചില കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ സമയം അവസാനിച്ചത്. അങ്ങനെ പകുതി വെച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് നിർത്താനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ വിഷയം തന്നെ ഒന്നുകൂടെ പറഞ്ഞ് അതിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. തിരുവെഴുത്തിലൂടെ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കും. ഈ ഭാഗത്ത് ആ തിരുവെഴുത്തിൻ്റെ 5 പ്രത്യേകതകൾ കണ്ടെത്താം. അതിൽ 5ാമത്തേതാണ് ദൈവശ്വാസീയമാണ് എന്നുള്ളത്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. ഇതിലും 5 പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പാഠമാണ് അതിൻ്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ദൈവശ്വാസീയമാണ് തിരുവെഴുത്തുകൾ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ പ്രാധാന്യം അറിയുമ്പോൾ മാത്രമാണ്
അതിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുക. അതിൽ 3 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അടുത്തത്, എന്തിനാ ഇങ്ങനെ ദൈവശ്വാസീയമായ തിരുവഴുത്തുകൾ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുവാനായിട്ട് ഇടയായിട്ട് അതിൽ 3 ആശയങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. ഇനി 3 പ്രധാനപ്പെട്ട തെളിവുകൾ, 3 അല്ല അതിനേക്കാൾ അധികമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിലും അടുക്കും ചിട്ടയോടും കൂടെ നമ്മുടെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് മിനിമം 3 കാര്യങ്ങളെങ്കിലും നമുക്ക് ഈ ദൈവശ്വാസീയമാണ് തിരുവഴുത്ത് എന്നുള്ളതിൻ്റെ തെളിവിനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല 4-മതായിട്ട് അതിൻ്റെ പ്രക്രിയ. ഈ പ്രക്രിയയാണ് അല്പം വിശദമായിട്ട് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ആ പ്രക്രിയയിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. എന്ന് വെച്ചാൽ ഈ തിരുവഴുത്ത് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ളതാണ് പ്രക്രിയ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, വെളിപ്പാടിലൂടെയും ദൈവാത്മനിശ്വസ്തതയിലൂടെയും, റെവലേഷൻ ആൻഡ് ഇൻസ്പിരേഷൻ, ഈ 2 പ്രക്രിയയിലൂടെയാണ് നമ്മുടെ കയ്യിലുള്ള ഈ 66 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ ഒറ്റ പുസ്തകം, ആ തിരുവഴുത്ത് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. മാത്രമല്ല ഇതിനോട് ബന്ധപ്പെടുത്തി ഇന്ന് ലഭിക്കുന്ന പ്രകാശനം, വ്യാഖ്യാനം, ആ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന മനോഹരമായ ഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പദം വെളിപ്പാടിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ 2-മതായിട്ട് 13-ാമത്തെ വാക്യത്തിൽ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ, തിരുവഴുത്തിലെ എഴുത്തുകാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു കൊടുത്ത വചനങ്ങളാലാണ് ഇത് രേഖയാക്കിയത്. അപ്പോൾ ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇൻസ്പിരേഷനാണ്, ദൈവവചനത്തിൻ്റെ നിശ്വസ്തതയാണ്. മാത്രമല്ല 12-ാമത്തെ വാക്യത്തിൽ ദൈവം നമുക്ക് നൽകിയത് അറിവാനായി, എന്ന് വെച്ചാൽ ആത്മാവ് ഉപദേശിച്ച വചനങ്ങൾ രേഖയാക്കിയത് അറിവാനായി. അതാണ് പ്രകാശനം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഒടുവിലായിട്ട് ആത്മീകന്മാർക്ക് ആത്മീകമായി തെളിയിക്കുന്നു. 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നു. അതാണ് വ്യാഖ്യാനം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആദ്യത്തെ പറഞ്ഞതുപോലെ വെളിപ്പാടിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവർ അത് രേഖയാക്കുന്നു. അങ്ങനെ നമുക്ക് 66 പുസ്തകങ്ങൾ ലഭിച്ചു. ആ പുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ ആ തിരുവഴുത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിച്ചമാക്കി തീർക്കുന്നു. നാഗൽ സാഹിബിൻ്റെ പാട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. അതാണ് പ്രകാശനം എന്ന് പറയുന്നത്. അങ്ങനെ പ്രകാശിപ്പിച്ച് കിട്ടിയ സത്യങ്ങൾ അത് വെളിപ്പെടുത്തുകയാണ് വ്യാഖ്യാനത്തിലൂടെ ചെയ്യുന്നത്. ഇതാണ് സംക്ഷിപ്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം. ഇത് ആവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലതവണ ഈ ഉപദേശ വിഷയങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ കൂടെ പഠിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കും അത് ഹൃദിസ്ഥമാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനം നമുക്ക് ലഭിച്ച 1-ാമത്തെ പ്രക്രിയ റെവലേഷനാണ്, വെളിപ്പാടാണ്. ആ വെളിപ്പാട് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചതാണ്. അത് 2 തരത്തിലുണ്ടെന്ന് ചിന്തിച്ചു. അത് എന്തെങ്കിലും നമ്മുടെ കണ്ടുപിടുത്തമല്ല, തിരുവഴുത്തുകൾ തന്നെ പറയുന്നുണ്ട്. പൊതുവായ വെളിപ്പാടും പ്രത്യേകമായ വെളിപ്പാടും. അതിന് 2 തെളിവുകൾ തിരുവഴുത്തിൽ നിന്ന് തന്നെ തന്നു. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ആശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് 1-ാമത്തെ തൻ്റെ വരവിൽ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആ പദ്ധതി, ആ പ്ലാൻ, അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ദൈവം ശ്രമിച്ചപ്പോൾ തന്നെ ഈ 2 വെളിപ്പാടുകൾ ദൈവം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്യങ്ങളിലൂടെ നാം പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാകാം. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. നക്ഷത്രം എന്നുള്ളത് അപ്പോൾ പ്രകൃതിയിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട്, അതാണ് പൊതുവായ വെളിപ്പാട് എന്ന് പറയുന്നത്. മാത്രമല്ല പ്രത്യേകമായ വെളിപ്പാട് എന്ന് പറയുന്നത് അതേ ഭാഗത്ത് തന്നെ ഹെരോദ രാജാവ്, ഈ വിദ്വാൻമാരായ ആളുകൾ വന്ന് ഈ പൊതുവായ വെളിപ്പാട് കിട്ടിയത് അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. അത് വിശ്വാസികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ജ്ഞാനികൾ അത് തിരിച്ചറിഞ്ഞ് യെരുശലേമിലേക്ക് വരുവാനിടയായിട്ട് അങ്ങനെ വന്നപ്പോൾ ഹെരോദ രാജാവ് അവിടെ വചനം പഠിച്ചിരുന്ന ശാസ്ത്രിമാരുടെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങനെ തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അവർ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്ന കാര്യം ശാസ്ത്രിമാർ ഹെരോദാവിനെ അറിയിക്കാനായിട്ട് ഇടയായിട്ട്. അപ്പോൾ അത് പ്രത്യേകമായ വെളിപ്പാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഴയ നിയമത്തിലൊരു ഉദാഹരണത്തിലൂടെയും അത് വ്യക്തമാക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രമിച്ചതാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 19. ആകാശം പ്രകൃതിയിലൂടെ പൊതുവായ വെളിപ്പാട് എല്ലാവർക്കും ദൈവം നൽകുന്നു.
ദൈവത്തിന് മുഖപക്ഷം. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന്, ആ ഭക്തന് മനസ്സിലായത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഇതാ തിരുവെഴുത്തുകൾ, അത് ദൈവഭക്തർക്കായിട്ട് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് മാത്രമുള്ള വെളിപ്പാടാണ്. അതാണ് പ്രത്യേകമായ വെളിപ്പാടെന്ന് പറയുന്നത്. അത് തിരുവെഴുത്തുകൾ എഴുതിയ ഒന്നാമത്തെ പ്രോസസ്സിൽ നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഒന്നാമത്തെ പ്രോസസ്സിലൂടെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പ്രത്യേകമായിട്ട് വീണ്ടും ആ പൊതുവായ വെളിപ്പാടിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ, സൃഷ്ടിയിലൂടെയും ദൈവത്തിൻ്റെ പരിപാലനത്തിലൂടെയും മനസ്സാക്ഷിയിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാദത്തിലൂടെയും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ഈ വെളിപ്പാട് നൽകിയതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ പ്രത്യേകമായ വെളിപ്പാട് എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായിട്ട് തീർന്നു. വാചികമായത് അല്ലെങ്കിൽ രണ്ടാമത് വൈയക്തികമായത് എന്നുള്ളതാണ്. വാചികമായതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് അതിൽ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. വാക്കുകളിലൂടെ, അരുളപ്പാടുകളിലൂടെ, യഹോവയുടെ ദൂതന്മാരുടെ അരുളപ്പാടുകളിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. സ്വപ്നങ്ങളിലൂടെ ദൈവം വെളിപ്പാട് നൽകിയതായിട്ട് തന്നെ വെളിപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ദർശനങ്ങളിലൂടെ, അപ്പോൾ സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിലും ദർശനം എന്ന് പറയുന്നത് ഉണർന്നിരുന്ന് കാണുന്നതാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് പറയാനിടയായിട്ട് തീർന്നു. തുടർന്ന് ചീട്ടിട്ട് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ തിരിച്ചറിയുന്നതിനായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഒടുവിൽ 5ാമതായിട്ട് ഊറിയും തുമ്മിയും. എന്താണ് ഊറിയും എന്താണ് തുമ്മിയും എന്നുള്ളതും കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഗോമേതക കല്ലുകളാണ്. യഹോവയുടെ സന്നിധിയിൽ മഹാപുരോഹിതൻ അത് കൊണ്ടുവരുമ്പോൾ അത് പ്രകാശിക്കുവാനായിട്ടിടയായിട്ട് തീരും. അങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അവർക്ക് ലഭിച്ചിരുന്നു. ഒടുവിലായിട്ട് വാചികമായതിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് തിരുവെഴുത്തുകളിലൂടെയാണ്. കാരണം തിരുവെഴുത്തുകളാണ് ഏറ്റവും സ്ഥിരമായിട്ടുള്ളത്. നാം അതിൻ്റെ അവസാനത്തെ ആ പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. ബാക്കി എല്ലാ അരുളപ്പാടുകളും, ബാക്കി എല്ലാ വെളിപ്പാടുകളും അത് കണ്ടു, അത് കേട്ടു എന്നുള്ള രീതിയിലാണെങ്കിൽ, നമുക്കിത് പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് തിരുവെഴുത്തുകളിലൂടെയാണ് എന്നുള്ളതാണ് പ്രത്യേകമായ വെളിപ്പാടിലെ വാചികമായതിലൊടുവിലായിട്ട് നമുക്ക് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അടുത്ത് പേഴ്സണലായിട്ട്, അതായത് ദൈവത്തിൻ്റെ വ്യക്തിപരമായ പ്രത്യക്ഷതകളാണ്. ആ രീതിയിലും ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതനായിട്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈബിളിലാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിലുള്ളതൊക്കെ യഹോവയുടെ പ്രത്യക്ഷതകളാണ്, പേഴ്സണലായിട്ടുള്ള അപ്പിയറൻസ് ആണെന്നുള്ളത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ നമ്മുടെ സാക്ഷാൽ വചനം ജഡമായി തീർന്ന ക്രിസ്തു യേശുവിലൂടെയും തൻ്റെ വെളിപ്പാടുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ഇനി അതിൻ്റെ ആ പ്രക്രിയയിൽ ദൈവാത്മനിശ്വസ്തത അല്ലെങ്കിൽ ദൈവനിശ്വസ്തത എന്നുള്ളതിലെ പ്രക്രിയ എന്ന് പറയുന്ന 4ാമത്തെ ആശയത്തിലെ 2ാമത്തെ പാഠമാണ് ദൈവനിശ്വസീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ദൈവനിശ്വസ്തത അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്? അത് ഓൾറെഡി ഞാൻ നേരത്തെ പറയാനിടയായിട്ട് തീർന്നു. ദൈവവചനം രേഖപ്പെടുത്താനായിട്ട് ബൈബിളിൻ്റെ എഴുത്തുകാർക്ക് ദൈവം കൊടുത്ത അധികാരമാണ് ഈ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവം തൻ്റെ വചനം ബൈബിളിൻ്റെ എഴുത്തുകാർക്ക് കൊടുത്തു. ചാൾസ് സി റൈറി എന്ന് പറയുന്ന കർത്തൃദാസിൻ്റെ ഡെഫിനിഷനാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം തൻ്റെ വചനം ബൈബിളിൻ്റെ എഴുത്തുകാർക്ക്, തിരുവെഴുത്ത് എഴുതിയവർക്ക് നൽകി. അത് ദൈവം ആഗ്രഹിച്ചതുപോലെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്താൽ അവർ ലിഖിത രൂപത്തിലാക്കി, എഴുത്തു രൂപത്തിലാക്കി. ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ദൈവാത്മനിശ്വസീയത എന്ന് പറയുന്നത്, ഇൻസ്പിരേഷൻ. ഇത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെളിപ്പാട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉദാഹരണം എടുത്തതുപോലെ ഈ ദൈവാത്മനിശ്വസീയത വ്യക്തമാക്കാനായിട്ട് തിരുവെഴുത്തുകൾ തന്നെ നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 2 പത്രോസ് 1:20-21 വാക്യം അതിനുവേണ്ടി നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:20-21. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനമൊരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഓക്കെ, അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ദൈവാത്മനിശ്വസീയതയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മ നിയോഗം എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ഒരൊറ്റ വായനയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ വചനം പഠിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ഒരു രീതിയാണ്, നിങ്ങൾ വചനം പഠിക്കുന്നവർ ആ രീതി അവലംബിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ആ രീതി ഞാൻ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. ഇതേ വാക്കുകൾ ബൈബിളിൽ അല്ലെങ്കിൽ തിരുവെഴുത്തിൽ വേറെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥവും ഒന്ന് ചിന്തിക്കാനായിട്ട്, പരിശോധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ
നമുക്ക് ചില ഭാഗങ്ങൾ കുറേ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 27 അത് വായിക്കേണ്ട 15ഉം 17ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ ഉള്ള രംഗമാണ് സന്ദർഭമായിട്ടുള്ളത്. അവിടെയുള്ള 15ഉം 17ഉം വാക്യങ്ങളിൽ അവിടെ കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. 15ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 27:15. 17ലും അതിന് സമാനമായിട്ട് നാം കാണുന്നുണ്ട് പാറിപ്പോയി. അപ്പോൾ ഈ മൂലഭാഷയിൽ പുതിയ നിയമം എഴുതിയ യവന ഗ്രീക്ക് ഭാഷയിൽ ഈ പരിശുദ്ധാത്മ നിയോഗം എന്ന് പറയുന്ന അതിനുപയോഗിച്ചിരിക്കുന്ന അതേ സമാനമായ പദം തന്നെയാണ് പാറിപ്പോയി എന്നുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ പാറിപ്പോയി എന്നുള്ളതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മ നിയോഗം എന്താണെന്നും തന്മൂലം ദൈവാത്മ നിശ്വസ്തത എന്താണെന്നും കൃത്യമായിട്ട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഞാനത് തെറ്റി പോകാതിരിക്കാൻ വേണ്ടി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രവചന അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ ദൈവനിയോഗം പ്രാപിച്ച് എഴുതിയതാണ്, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയതാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നോക്കുക, അപ്പോസ്തലനായ പൗലോസ് അവൻ്റെ കൂടെയുള്ള ആളുകളും അവർ കപ്പലിലുള്ളപ്പോൾ അവർക്ക് ജീവനുണ്ട്, സുബോധമുണ്ട്, സജീവമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പാറിപ്പോയി എന്ന് പറയുമ്പോൾ അവർ അല്ല അതിന് കാരണക്കാർ. കപ്പൽ പാറിപ്പോകുവാൻ കാരണം അവിടെ വന്ന കാറ്റാണ്. അപ്പോൾ കപ്പലിൻ്റെ നിയന്ത്രണം കാറ്റിനാണ്. അവിടെയുള്ള കപ്പലിലുള്ള പൗലോസും കൂട്ടരും സുബോധത്തോടെയും സജീവമായിട്ടും ഇരിക്കുന്നവരാണ്. എന്നാൽ കാറ്റ് മൂലം അവർ പാറിപ്പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതേ ആശയമാണ് പരിശുദ്ധാത്മ നിയോഗം എന്നുള്ളതിൽ നാം എടുക്കേണ്ടത്. അപ്പോഴെങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും? തിരുവെഴുത്തിൻ്റെ എഴുത്തുകാരെല്ലാം സുബോധമുള്ളവരും സജീവരുമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ജീവിതശൈലിയിൽ മുന്നോട്ട് പോകുന്നവരായിരുന്നു. എന്നാൽ നിയന്ത്രണം തിരുവെഴുത്തുകൾ എഴുതുമ്പോൾ അതിന് നിയന്ത്രണം പരിശുദ്ധാത്മാവനായിരുന്നു. അപ്പോസ്തലനായ പൗലോസും കൂട്ടരും കപ്പലിലിരുന്നപ്പോൾ കാറ്റ് എങ്ങനെ അവർ നിയന്ത്രിച്ചുവോ അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എഴുത്തുകാരെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിച്ചു. അങ്ങനെ നിയന്ത്രിക്കപ്പെട്ട് അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വെട്ടിക്കളയുകയോ ചെയ്യാതെ രേഖയാക്കുവാനിടയായിട്ട് തീർന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ദൈവാത്മ നിശ്വസ്തത. അങ്ങനെയാണ് 66 പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, ബ്രദറുകാരായ നമ്മൾ വിശ്വസിക്കുന്നത് സമഗ്ര അക്ഷര ദൈവനിശ്വസീയതയാണ്. എന്ന് വെച്ചാൽ വെർബൽ പ്ലീനറി ഇൻസ്പിരേഷൻ. ദൈവവചനത്തിൻ്റെ സമഗ്ര അക്ഷര നിശ്വസീയതയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ആ 2 വാക്കുകൾ നമുക്ക് അടർത്തിയെടുക്കാം. വെർബൽ പ്ലീനറി ഇൻസ്പിരേഷൻ. വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ്, ഓരോ വാക്കും വ്യാകരണവും. എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ എല്ലാ വ്യാകരണ തലങ്ങളിലൊക്കെ വെച്ച് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകാനിടയായിട്ട് തീരും. കാരണം അങ്ങനെ അനേക ആശയങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് ചെയ്യാനായിട്ട് തൽക്കാലം നിർവാഹമില്ല. അത് എന്തുകൊണ്ടാണ് ഞാനത് പറയാനിടയായിട്ട് തീർന്നതെന്ന് വിചാരിച്ചാൽ, ബൈബിളിലെ ഓരോ വാക്കും പദങ്ങളും അതിൻ്റെ ഗ്രാമർ വരെ ദൈവനിശ്വസീയമാണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ വെർബൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്ലീനറി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അക്ഷര ദൈവശ്വാസീയത. ഇനി സമഗ്ര ദൈവശ്വാസീയത എന്ന് വെച്ചാലോ പ്ലീനറി എന്ന് വെച്ചാൽ ഓൾ എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ 66 പുസ്തകങ്ങളിലുള്ള എല്ലാ തിരുവെഴുത്തുകളും ദൈവനിശ്വാസീയമാണ്. ചില ഭാഗങ്ങളോ ഇതിൻ്റെ കണ്ടൻറ്റോ അങ്ങനെയുള്ള പലതരത്തിലുള്ള തെറ്റായ ഒരുപാട് തിയറികൾ ഇതിനെക്കുറിച്ചുണ്ട്. അതൊന്നും തെറ്റി പഠിപ്പിക്കുന്നതിനേക്കാൾ എന്താ ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് യുക്തം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള തിയറികളിലേക്ക് പോകാതെ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് പറയാനായിട്ട് ഇടയായി. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് സമഗ്ര അക്ഷര ദൈവനിശ്വസീയതയിലാണ്. അതായത് വെർബൽ പ്ലീനറി ഇൻസ്പിരേഷൻ. എല്ലാ വാക്കുകളും കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളി പുള്ളി എല്ലാ
ഇതെല്ലാം ദൈവാത്മാ നിശ്വസിതയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ മൂലഭാഷയിൽ. നമുക്കറിയാം, ഞാൻ ഉപയോഗിക്കുന്നത് സത്യം ദ്വിഭാഷ പഠന ബൈബിളാണ്. ഞാനിതിൽ വായിക്കുമ്പോൾ ഒരുപാട് അക്ഷര തെറ്റുകൾ കണ്ടെത്താനായിട്ട് എനിക്കിടയായിട്ട് തീരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം ദൈവനിശ്വസീയമാണ്, അല്ലെങ്കിൽ ഒരു തെറ്റുമില്ല, ഈ പുസ്തകം നിശ്വസീയതയാണ് എന്നുള്ള സംശയമില്ല. എന്നാൽ ഇതിലൊരു തെറ്റുമില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇതിൽ ധാരാളം അക്ഷര തെറ്റുകൾ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മൂലഗ്രന്ഥത്തിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകളില്ല എന്നുള്ളതാണ് ഇതിൽ നാം ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ നമുക്ക് ലഭിച്ച പ്രക്രിയ എന്ന് പറയുന്ന ആശയത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. 1 റെവലേഷൻ, 2 ഇൻസ്പിരേഷൻ ആണ് പറഞ്ഞത്. 3 ഇലുമിനേഷനാണ്. ബൈബിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കടപ്പാട് എന്താണ്? അതാണ് ഭക്തകവി നാഗൽ സാഹിബിനോട് ചേർന്ന് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. മൂടലും മങ്ങലൊക്കെ മാറി ദൂതുകൾ വെളിച്ചമാകണം. 66 പുസ്തകങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിലൂടെ, ഈ രേഖകളിലൂടെ, ഈ തിരുവെഴുത്തുകളിലൂടെ ഒരു ക്രിസ്തു ഭക്തൻ കടന്നു പോകുമ്പോൾ അവന് ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വെളിച്ചം, പ്രകാശനം തിരുവെഴുത്തിലൂടെ ലഭിക്കുകയാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. അതല്ലാതെ നേരത്തെ പറഞ്ഞ റെവലേഷനോ ഇൻസ്പിരേഷനോ ഇന്നും നടക്കുന്നില്ല. അത് ബൈബിൾ രേഖയാക്കപ്പെടുവാനായിട്ട് ദൈവം രൂപീകരിച്ച, അല്ലെങ്കിൽ ദൈവം കൊടുത്ത ആ പ്രക്രിയയാണ്. അതോടുകൂടെ തീർന്നു. ഇന്ന് നടക്കുന്നത് പ്രകാശനമാണ് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. 5-മതായിട്ട് ദൈവാത്മനിശ്വസീയമാണ് ദൈവവചനം എന്നുള്ളതിൽ 5-ാമത്തെ ആശയം എന്ന് പറയുന്നത് ഇങ്ങനെ: ദൈവാത്മനിശ്വസീയതയാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എഴുത്തുകാർ വചനം എഴുതിയപ്പോൾ അത് ഇൻഫാലിബിൾ, ഇന്നറൻസ്, കംപ്ലീറ്റ് സ്ക്രിപ്ചറായിട്ട് നമുക്ക് ലഭിക്കാനിടയായിട്ട് തീരും. ഇൻഫാലിബിൾ എന്ന് വെച്ചാൽ അപ്രമാദിത്വം. ആ മലയാളം പറയുന്നേക്കാളും ഇൻഫാലിബിൾ എന്നുള്ളത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്: വഴിതെറ്റിക്കാൻ സാധ്യതയില്ലാത്തത്. മത്തായി 5:18 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. മാത്രമല്ല, ഇന്നറൻറ്റ് എന്ന് വെച്ചാൽ തെറ്റിൽ നിന്ന് വിമുക്തമായത്. മൂലഭാഷയിലെ കാര്യമാണ് പറയുന്നത്. തെറ്റിൽ നിന്ന് വിമുക്തമായതാണ് തിരുവെഴുത്ത്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ മനഃപ്പാഠം പഠിക്കുന്നത് വളരെ ഉചിതമാണ്. മാത്രമല്ല, പരിപൂർണമാണ്, കംപ്ലീറ്റ്. ഇതിനോട് എന്തെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ അവകാശമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൈവാത്മനിശ്വസീയത എന്ന് പറയുന്നത് തിരുവെഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ പ്രക്രിയയിലൂടെയാണ് തിരുവെഴുത്ത് നമുക്ക് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചത് ഇൻഫാലിബിൾ, ഇന്നറന്റ് ആൻഡ് കംപ്ലീറ്റ് സ്ക്രിപ്ചർ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഞാനപ്പോൾ 5-ാമത്തെ ആശയത്തിൽ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഉദ്ദേശ്യം, അതിൻ്റെ തെളിവ്, അതിൻ്റെ പ്രക്രിയ. ആ പ്രക്രിയയാണ് അല്പം നീണ്ടുപോകുവാൻ ഇടയായിട്ട് തീർന്ന. ആ പ്രക്രിയയിൽ ഈ ഓരോന്നിലും 3 കാര്യങ്ങൾ വീതം പറഞ്ഞു. 4-ാമത്തെ ആശയമായ പ്രക്രിയയിൽ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത് ദൈവവചനം നമുക്ക് ലഭിച്ചത് വെളിപ്പാടിനാൽ, ദൈവാത്മനിശ്വസീയതയാൽ. പിന്നെ ഒടുവിലായിട്ട് ഇന്ന് നടക്കുന്ന പ്രക്രിയ പ്രകാശനം. അതാണ് 4-ാമത് ചിന്തിച്ചത്. അതിൻ്റെ ഫലം ഇൻഫാലിബിൾ, ഇന്നറന്റ് ആൻഡ് കംപ്ലീറ്റ് സ്ക്രിപ്ചർ. ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ 66 പുസ്തകങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖയാക്കി തന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3-ാമത്തെ ചാപ്റ്റർ നമ്മൾ വിടുകയാണ്. അതെ, ഈ അന്ത്യകാലത്ത് നമുക്കറിയാം, 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. നാം ജീവിക്കുന്നത് അന്ത്യകാലമാണെന്നുള്ളത് യുഗപഠനത്തോടുള്ള ബന്ധത്തിൽ അല്പമായിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലത്ത് നമുക്കറിയേണ്ടതെല്ലാം ഈ തിരുവെഴുത്തിലുണ്ട്. മാത്രമല്ല, കാലങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെടാനൊന്നും പോകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ദുഷ്കാലങ്ങളിൽ പോലും ദൈവഭക്തന് മെച്ചമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കും. അതിനെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനമുണ്ട്. അത് മുറുകെ പിടിച്ച് ഭക്തിയോടെ ജീവിച്ചാൽ അതെ വിശ്വസ്തരായി നമുക്ക് ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരും. അതോടുകൂടെ 3-ാമത്തെ അധ്യായത്തിൻ്റെ പഠനം നമ്മൾ താൽക്കാലികമായിട്ട് വിടുകയാണ്. അടുത്തതായിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 4-ാമത്തെ അധ്യായത്തിലേക്ക് അവിടെ 4-ാമത്തെ അധ്യായത്തിലൂടെ നാം പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ സത്യവചനം മുറുകെ പിടിച്ച് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, സ്വാധീനിക്കുവാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? അതിനുള്ള രഹസ്യങ്ങളാണ് വേഗത്തിൽ ഒരു 2-3 ക്ലാസ്സിനോടുള്ളിൽ ചിന്തിച്ചുകൊണ്ട് ഈ പഠനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്
വിശ്വസ്തയോടുകൂടെയും നമുക്കത് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിലും പലതവണ ഇത് വായിച്ചു പോയപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്ന ആശയം തെറ്റായ രീതിയിലല്ല, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? 17 വ്യക്തികളെക്കുറിച്ച് നമുക്ക് അതിൻ്റെ 10 മുതൽ 22 വരെ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വ്യക്തികൾ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് വളരെ വൈകാരികമായ വാക്കുകളാണ് ഇനി നമ്മൾ ഈ 4-ാം അധ്യായത്തിലൂടെ വായിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഈ അവസാന നാളുകളിൽ ഇനി അധികം ഇല്ല, അവസാനത്തെ എഴുത്താണ്. അവസാനത്തെ കൃഷ്ണൻകുട്ടി സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ എഴുത്തുകളുടെ അവസാനത്തെ കുത്തും ഇട്ടുകൊള്ളുവാനായിട്ട് താൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ 17-ലധികം വ്യക്തികളെ നിഷേധാത്മകമായും ക്രിയാത്മകമായും താൻ ഓർക്കുകയാണ്. അതിൽ നിന്ന് തൻ്റെ ജീവിതം അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് എന്നുള്ളൊരു സത്യമാണ് എനിക്ക് പ്രകാശിപ്പിച്ച് കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തലക്കെട്ട് കൊടുക്കാനിടയായിട്ട് തീർന്നത്. സത്യവചനം മുറുകെ പിടിക്കുക, ഭക്തിയോടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ മോട്ടിവേറ്റഡ് ആക്കാനായിട്ട് നമുക്കിടയായിട്ട് തീരും. എങ്ങനെ സാധിക്കും? ഒന്നാമത്തെ ആശയം മാത്രമാണ് ആദ്യത്തെ 5 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ഇനിയുള്ള സമയം പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അധികം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളായതുകൊണ്ട് അത് നമുക്ക് ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്: വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഓക്കെ, ഈ 5 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് 8 പാഠങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട ആശയം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, പ്രാർത്ഥനയോടുകൂടെ നമ്മൾ വായിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, എനിക്ക് പ്രകാശനം ലഭിച്ചത് എന്താണെന്നറിയാമോ? അതിൻ്റെ ഒടുവിലത്തെ വാക്യമാണ്. അതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു ട്രാൻസ്ലേഷനാണ്. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 5 വാക്യങ്ങളിലെ സത്യങ്ങൾ നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിനുമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും, എങ്ങനെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. ഒന്നാമത് ശുശ്രൂഷയിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഈ ശുശ്രൂഷയുടെ വ്യത്യസ്ത തലങ്ങളാണ് 8 കുറിപ്പുകളായി ഈ 5 വാക്യങ്ങളിൽ നിന്ന് കണ്ടെത്താനിടയായിട്ട് തീർന്നത്. അത് വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പോൾ സത്യവചനം മുറുകെ പിടിക്കുക, ഭക്തിയോടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? തങ്ങളുടെ ശുശ്രൂഷയിലൂടെ സാധിക്കും. ഒന്നാമതായിട്ട് അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ശുശ്രൂഷയിലൂടെ എന്ന് പറയുമ്പോൾ ആ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ വ്യത്യസ്ത തലങ്ങൾ, അല്ലെങ്കിൽ ആ ശുശ്രൂഷയുടെ പ്രത്യേകതകളായിട്ട് ഈ 5 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് മിനിമം 8 കാര്യങ്ങളെങ്കിലും പറയാൻ സാധിക്കും. അതാണ് ഒന്നാമതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശുശ്രൂഷ അത് ഗൗരവത്തോടെ ചെയ്യണം എന്നുള്ളതാണ്. ഗൗരവത്തോടെ ചെയ്യണം. ഒന്നാമത്തെ വാക്യമാണ് അതിന് നമ്മെ പഠിപ്പിക്കുന്നത്. ഗൗരവത്തോടെ ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണമെന്നറിയാമോ? ഒന്നാമത്തെ വാക്യം നാം വായിക്കുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സെൻറ്റൻസ്, ഈ വാചകം, ഈ വാക്യം ആ ഫസ്റ്റ് ഓഡിയൻസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ തിമത്യോസിനാണ് ഇത് എഴുതുന്നത്. തിമത്യോസ് ഇത് വായിക്കുമ്പോൾ
അവരുടെ ഭാഷയും അവരുടെ കൾച്ചറും അവരുടെ സംസ്കാരമൊക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യം എന്താണെന്ന് അറിയാമോ? ഇത് വളരെ അടിയന്തരമായി വളരെ ഗൗരവത്തോടു കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിലെ പദം സാക്ഷി വെച്ച് എന്നുള്ള ഒരു പദം, സാക്ഷി എന്ന് വെച്ച് ഒരു ന്യായവിസ്താരം, ഒരു ന്യായാധിപൻ്റെ, ഒരു കോടതിയുടെ രംഗമാണ് അന്ന് കാലത്ത് അവർക്ക് സുപരിചിതമായ ഒരു പദമാണത്, സാക്ഷി വെച്ച്. ഒരു കോടതിയിലെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ ഒരു സാക്ഷി പേരെടുത്ത് വിളിച്ച് ഹാജരാകുന്ന ഒരു പ്രതീതി. ഇത് അന്നത്തെ ആ ഓഡിയൻസ് വായിക്കുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ ഇടയായിട്ട് തീരും. അപ്പം നമ്മെ സംബന്ധിച്ചും അത് വായിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ആശയം അതാണ്. ഈ ശുശ്രൂഷ, ദൈവം നിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കുക എന്നുള്ളത്, അത് തിമത്യോസേ നീ ഗൗരവത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഗൗരവത്തോടു കൂടെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്? 3 കാര്യങ്ങൾ ആ ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഇത് ദൈവീക ശുശ്രൂഷയായതിനാൽ, നമുക്കറിയാം ദൈവീക കാര്യമാണ്. ഇവിടെ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും എന്ന് പറയുമ്പോൾ ദൈവം, ക്രിസ്തുയേശു, കുട്ടി ദൈവം എന്നുള്ള ആശയമല്ല. ശരിക്കുള്ള മൂലഭാഷയിൽ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും, അതായത് ഞാൻ ദൈവത്തെയും അതായത് ക്രിസ്തുയേശുവിനെയും എന്ന് വെച്ചാൽ ദൈവത്തെ അതായത് ക്രിസ്തുയേശുവിനെ, അതായത് ഒരേ ആശയം, ദൈവമാണ് ക്രിസ്തുയേശു എന്നുള്ള ആശയമാണ് മൂലഭാഷയിൽ വായിക്കുമ്പോൾ ആ ഓഡിയൻസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ദൈവത്തെയും അതായത് ക്രിസ്തുയേശുവിൻ്റെയും സാന്നിധ്യത്തിൽ എന്നുള്ള ആശയമാണ് അവിടെ വരുന്നത്. മാത്രമല്ല, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇത് ദൈവിക ശുശ്രൂഷയാണ്, അതുകൊണ്ട് ഗൗരവത്തോടെ ചെയ്യണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, ന്യായവിസ്താരം നടത്തുവാനുള്ള. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിസ്താരം നടത്തി രാജ്യം സ്ഥാപിക്കാൻ വരുന്നത് നമ്മോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിലാണ്. അവിടെ എന്താ നാം സംഭവിക്കുന്നത്? ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്ന ശുശ്രൂഷയുടെ കണക്ക് ഞാൻ കൊടുക്കുന്ന രംഗമാണത്. നമ്മളുടെ എല്ലാവരോടുള്ള ബന്ധത്തിലും ദൈവം നമുക്ക് ഏൽപ്പിച്ചത്, ദൈവം നമുക്ക് തന്നത്, അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇത് ഗൗരവത്തോടെ ചെയ്യണം പ്രിയ മകനെ എന്നുള്ള ആശയം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ സാക്ഷി വെച്ച് രാജീവൻ ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അത് വളരെ ഉറപ്പും നിശ്ചയവുമുള്ളതാണ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന രംഗം അത് ഉറപ്പും നിശ്ചയവുമുള്ളതായതിനാൽ നീ ഗൗരവത്തോടു കൂടെ തന്നെ ഈ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള സത്യമാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആശയം അങ്ങനെ ഞാൻ വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിച്ച് രാജ്യം സ്ഥാപിക്കാൻ പ്രത്യക്ഷനാകുന്ന ദൈവസന്നിധിയിലാണ് ഞാൻ നിന്നോടിത് പറയുന്നത് എന്നുള്ള ആശയമാണ് ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഗൗരവത്തോടെ ചെയ്യണം. രണ്ടാമത്, സത്യവചനം പിടിച്ച് ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സാധിക്കുക? ശുശ്രൂഷയിലൂടെ. അതാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ അടിയിൽ 8 കുറിപ്പുകളാണ്. അതിൽ രണ്ടാമത്തെ കുറിപ്പ് എന്ന് പറയുന്നത് ഇത് ശരിയായി ചെയ്യണം, യഥാർത്ഥമായി ചെയ്യണം എന്നുള്ള ആശയമാണ് നമുക്ക് രണ്ടാമത് പഠിക്കുന്നത്. അതിന് സഹായകരമായത് രണ്ടാമത്തെ വാക്യത്തിലെ ആദ്യത്തെ പ്രയോഗമാണ്. എന്താ ആദ്യത്തെ പ്രയോഗം? വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. ഇത് വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പഠനത്തിൽ എന്നോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ കൊണ്ടുപോകും. എന്താ 2-ാം അധ്യായത്തിൽ പറയുന്നത്? സത്യവചനം യഥാർത്ഥമായി വിഭജിച്ചുകൊണ്ട് എന്നുള്ള ആശയം നമുക്ക് അങ്ങനെയാണ് ഈ ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് ഇടയായിട്ട്. വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഈ ശുശ്രൂഷയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശരിയായി ചെയ്യണം, ശരിയായി ചെയ്യണം എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് നിന്നുകൊണ്ടല്ല, നമുക്കറിയാം വചനം പ്രസംഗിക്കുക എന്നുള്ളതിൽ നിന്ന് മറ്റു വേദഭാഗങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ 1 കൊരിന്ത്യർ 15:3-4 വരെ നമുക്കറിയാം ക്രിസ്തു തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ. അപ്പോൾ ഈ ശരിയായ വചനപ്രസംഗം
വ്യക്തി കേന്ദ്രീകൃതമാണ്. ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ളതാണ് ഈ ശരിയായ പ്രസംഗം. അതിൽ കവിഞ്ഞുള്ള മറ്റെല്ലാ കെട്ടുകഥകളാവട്ടെ, മറ്റെല്ലാ കഥകളാകട്ടെ, അല്ലെങ്കിൽ തമാശകളാകട്ടെ, ഇതൊന്നും ശരിയായിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ വചനം വെളിപ്പെടുത്താനായിട്ട് ഉദാഹരണങ്ങൾ പറയുന്നത് മോശം എന്നുള്ളതല്ല, അതാവശ്യമാണ്. പക്ഷെ ലക്ഷ്യം കഥ പറയുക എന്നുള്ളതല്ല, മറിച്ച് തിരുവെഴുത്തിലെ സത്യം എളുപ്പമാക്കാനായിട്ട് ഒരു ഇലുസ്ട്രേഷൻസ് പറയും. എന്നാൽ ഇലുസ്ട്രേഷൻസ് തന്നെ ആകരുത് നമ്മുടെ പ്രസംഗം. ഇത് വ്യക്തിപരമാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ശരിയായിട്ടുള്ള വചന ശുശ്രൂഷ എന്നും. അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. രണ്ടാമതായിട്ട് എബ്രായർ 4:12 1 കൊരിന്ത്യർ 1:18 1 കൊരിന്ത്യർ 1:18 ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. അപ്പോൾ ഈ പ്രസംഗം എന്ന് പറയുന്നത് അത് ശക്തമാണ്. വചന പ്രസംഗം എന്ന് പറയുന്നത് അത് അതിൽ തന്നെ ശക്തിയുണ്ട്. നാം ഭക്തിയിൽ, യഥാർത്ഥ ഭക്തിയിൽ അതിൽ തന്നെ ശക്തിയുണ്ടെന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് അതിൽ തന്നെ ശക്തിയുള്ളതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. മാത്രമല്ല വചനപ്രസംഗം പ്രായോഗികമാണ്. 1 കൊരിന്ത്യർ 1:21 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അതൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1:21. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാക്കിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഈ വചനത്തിൻ്റെ പ്രസംഗം മുഖാന്തരം അത് അനുസരിക്കുമ്പോൾ അതെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയുന്നു, ദൈവത്തിന് പ്രസാദം തോന്നുന്നു. അപ്പോൾ ഇത് പ്രായോഗികമാണ്. എന്തെങ്കിലും തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല വചനപ്രസംഗത്തിലൂടെ നടക്കുന്നത് എന്നുള്ള സത്യം നാം ഓർത്തിരിക്കണം. ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. പലപ്പോഴും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെയാണ് അത് കേട്ടിട്ടുള്ളത്. ഒരു പ്രസംഗം കിട്ടിയിട്ടുണ്ട്, ഇനി അതിനുള്ള ഒരു വാക്യം കിട്ടിയാൽ മതി. പലപ്പോഴും അങ്ങനെയാണ്. ഒരു പ്രസംഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിനുള്ള വാക്യം കിട്ടിയാൽ മതി. ഇത് പറഞ്ഞിരിക്കുന്നത് കർത്തദാസൻ ജോൺ കുര്യൻ തന്നെയാണ്. എന്ന് വെച്ചാൽ വചനം കിട്ടിയിട്ടുണ്ട്, ആ വചനം പ്രസംഗിക്കണം എന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപമകളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഉപമകളെക്കുറിച്ച് നാം പഠിക്കുന്നു, അതിനോടുള്ള വാക്യങ്ങൾ നാം കണ്ടെത്തുന്നു, നാം പറയുന്നു. അത് ശരിയായൊരു രീതിയാണ്. എന്നാൽ കേവലം ചില ആശയങ്ങളുണ്ട്. നമ്മുടെ ഈ പുൾപിറ്റിൽ നിന്ന് തന്നെ ഞാൻ പലതവണ അത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അങ്ങനെ നിശിതമായ രീതിയിൽ ശാസിക്കേണ്ടടുത്ത് ശാസിക്കുവാനായിട്ട് പ്രത്യേക പരിമിതികളുണ്ട്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നു എന്നുള്ളതുകൊണ്ട് എൽഡേഴ്സ് അത് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേവലം പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ അനലൈസ് ചെയ്തിട്ട് ആ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് വചനത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഇമ്പോസ് ചെയ്തിട്ട് അത് അവർ കമ്പോസ് ചെയ്ത് പറയുകയാണ്. അത് ശരിയായ പ്രവണതയല്ല. നേതൃത്വം അത് ശക്തമായ രീതിയിൽ താക്കീത് ചെയ്യേണ്ടതാണ്. കാരണം വചനമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കുക, അവരും വചനം തന്നെയല്ലേ പറയുന്നത്? അതെ, പക്ഷെ അത് വിവേചിച്ചറിയുവാൻ ശരിയായ നേതൃത്വത്തിന് സാധിക്കേണ്ടതാണ്. കേവലം അവരുടെ ആശയങ്ങൾ തിരുവെഴുത്തിലൂടെ അതിനുള്ള സമാനമായ ഭാഗങ്ങൾ കണ്ടെത്തി പറയുന്നത് ഒരിക്കലും യഥാർത്ഥമായി വചനം വിഭജിക്കുന്നതല്ല എന്നുള്ളത് തിരിച്ചറിയണം. അത് ഗുണത്തിന് പകരം അത് നാശമാണ് വരുത്തി വയ്ക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമാണ്. ഇത് ശരിയായിട്ട് ഇത് ചെയ്യുന്നവർ അത് ശരിയായി തന്നെ ചെയ്യേണ്ടതാണ്. ഒരു പ്രസംഗം കിട്ടിയിട്ടുണ്ട്, ഇനി അതിനുള്ള വാക്യങ്ങൾ കണ്ടെത്തുക എന്നുള്ള രീതിയേക്കാൾ വചനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, പ്രകാശിപ്പിച്ച് ലഭിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുവാനായിട്ട് പോകുന്നു. അതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആശയം അങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഗൗരവമായി ചെയ്യണം, ശരിയായിട്ട് ചെയ്യണം. മൂന്നാമതായിട്ട് നാം ഒരുക്കത്തോടെ ചെയ്യണം. രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അപ്പോൾ ഒരുക്കത്തോടെ ചെയ്യേണ്ടതാണ്. കേവലം വന്ന് ജസ്റ്റ് ഭാഗം വായിച്ച് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പറയുന്നതല്ല. ഇതിന് നല്ല എഫേർട്ട് എടുത്ത് പ്രാർത്ഥനയുടെ അധ്വാനം ആവശ്യമാണ്. നന്നായി വായിക്കേണ്ട ഇതൊക്കെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ പറയുന്നുണ്ട്. വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുടെ അധ്വാനത്തെക്കുറിച്ച് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരുക്കം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുങ്ങി വരുന്നൊരു കാര്യമല്ല, അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്, ഒരു എഫേർട്ട് അതിന് ആവശ്യമാണ്. ഒരുക്കത്തോടെ ചെയ്യണം.
3 കാര്യങ്ങൾ തന്നെ അതിൽ നിന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, ഈ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ സമയത്തിലും അസമയത്തിലും. മൂലഭാഷ അവർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊരു കാർഷിക പദമാണ്, ഒരു കാർഷിക പദം. അത് മനസ്സിലാവണമെങ്കിൽ നമുക്കറിയാം, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കാറ്റിനെ വിചാരിക്കുന്നവൻ 11:4 കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. അപ്പോൾ കാലാവസ്ഥ നോക്കിയിട്ട് കൃഷി ഇറക്കാം എന്ന് വിചാരിച്ചാൽ ആ കൃഷിക്കാരൻ അവൻ്റെ ആ മേഖലയിൽ സക്സസ് ആവുകയില്ല. അവൻ എപ്പോഴും തൻ്റെ ജോലി ചെയ്യാനായിട്ട് ഒരുക്കമുള്ളവനായിരിക്കണം. സമയത്തിലും അസമയത്തിലും എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കും ഏത് നേരത്തിലും എന്നുള്ള ആശയമാണ്. അപ്പോൾ ഒരുക്കമുള്ളവൻ ഏത് നേരത്തിലും എന്നുള്ള ആ ആശയം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത്, നിഷേധാത്മകമായിട്ടുള്ള 2 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിഷേധാത്മകമായും ക്രിയാത്മകമായും ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ശാസിക്കുകയും തർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശാസന എന്ന് പറഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. അതെങ്ങനെ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദീർഘക്ഷമ വേണം, ഉപദേശത്തിൻ്റെ നിശ്ചയം ആവശ്യമാണ്. ഇത് രണ്ടും വേണം, എന്നിട്ട് വേണം തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനായിട്ട്. രണ്ടാമതായിട്ട് തർജ്ജനം എന്നുള്ളതാണ്. തർജ്ജനം എന്ന് വെച്ചാൽ തെറ്റുകാരനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വചനം, ഈ ഉപദേശം ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെയാണ് ചെയ്യുന്നത്. ആ പത്യവചനം അവരുടെ ഹൃദയത്തിൽ കുത്തുവാനിടയായിട്ട് തീരും. അതവരെ അനുതാപത്തിലേക്ക് നയിക്കും. അതിനെയാണ് അങ്ങനെയുള്ള ബോധം വരുത്തുന്ന ശുശ്രൂഷയാണ് തർജ്ജനം എന്ന് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ക്രിയാത്മകം എന്ന് പറയുന്നത് ധൈര്യപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ആശയമാണ്. അപ്പോൾ ഈ വചനം പ്രസംഗിക്കുക അല്ലെങ്കിൽ ശരിയായ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് ഒരുക്കത്തോടുകൂടെ ചെയ്യുമ്പോൾ ഈ നിഷേധാത്മകമായും ക്രിയാത്മകമായിട്ടുള്ള പ്രക്രിയ അവിടെ നടക്കും. അതിനെ ദീർഘക്ഷമ എന്ന് വെച്ചാൽ ആത്മഫലം, ഉപദേശം എന്ന് വെച്ചാൽ ദൈവവചനത്തിലുള്ള നിശ്ചയവും വളരെയധികം ആവശ്യം. ഇല്ലാത്തവർ ഈ മേഖലയിൽ കൈവയ്ക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉളവാകുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് ഗൗരവത്തോടെ ചെയ്യണം, അത് യഥാർത്ഥമായി ചെയ്യണം, അത് ഒരുക്കത്തോടെ ചെയ്യണം. നാലാമതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അടിയന്തരമായിട്ടത് ചെയ്യണം. ശുശ്രൂഷ അടിയന്തരമായിട്ട് ചെയ്യണം. 3-4 വാക്യങ്ങളാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന് സമാനമായ ആശയങ്ങൾ തന്നെയാണ് 3-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീരുന്നത്. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള സത്യവചനം യഥാർത്ഥമായി വിഭജിച്ചു കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു തലമുറ വരും. നമുക്കത് കാണാനായിട്ട് സാധിക്കും. ശരിയായ വചനം വിഭജിച്ചു കൊടുക്കുമ്പോൾ താല്പര്യമില്ല. അവർക്കിഷ്ടം കുറേ തമാശകളും അവർ കെട്ടുകഥകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നുണ്ട് കർണരസമാകുമാറ്, അതുപോലെ സ്വന്തം മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുക. പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചാൽ പോരെ, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ അങ്ങനെയൊക്കെയുള്ള അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ നാം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം പഠിച്ചപ്പോൾ അവിടെയും അങ്ങനെയുള്ള ഒരു തിയറി, ഒരു ദുരുപദേശം ശക്തമായി വ്യാപിച്ചിരുന്നു. നമ്മൾ ആത്മാവ് രക്ഷിക്കപ്പെട്ടല്ലോ, പിന്നെ ജഡം കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അത് ആത്മാവിനെ ബാധിക്കുന്നില്ല, നമ്മൾ സ്വർഗത്തിൽ തന്നെ പോകും, അതുകൊണ്ട് എൻജോയ് എന്ന് പറയുന്ന അന്ന് കാലത്ത് തന്നെ തുടങ്ങി. എന്നാൽ ഇത് വർദ്ധമാനമായ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുക. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷ അടിയന്തരമായി ചെയ്യണം. അതാണ് അവിടുത്തെ ആശയം. 3-4 വാക്യങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുക. അതായത് ശരിയായ വചനം വേണ്ട. അതാണ് 3 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. സത്യത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. ശരിയായ വചനം അവർക്ക് വേണ്ട. കർണരസമാകുമാറായിട്ടുള്ള വചനം മതി. സ്വന്തം മോഹങ്ങളെ പോഷിപ്പിക്കുന്ന വചനം മതി. അതുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അടിയന്തരമായി ചെയ്യണം. ഇവിടെ തന്നെ നാം അത് വായിക്കുന്നുണ്ട്. മനുഷ്യ താല്പര്യങ്ങളനുസരിച്ച് വീഴാതിരിക്കാൻ ഇത് അടിയന്തരമായി ചെയ്യണം. പത്യോപദേശം ഉൾക്കൊള്ളുവാനായിട്ട് ഇത് അടിയന്തരമായി ചെയ്യണം. 3-4 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് പറയാനായിട്ട് ഇടയായിട്ട്. എന്നാൽ ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത
ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള കർണരസമാകുമാറുള്ള സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ വർദ്ധിപ്പിക്കുന്ന, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് നാം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ അടിയന്തരമായി തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: ആരോഗ്യം നൽകുന്ന വചനം വേണ്ട, മറിച്ച് കേൾക്കാൻ ഇമ്പം നൽകുന്ന വചനം മതി. പ്രത്യേകിച്ച് മിക്ക പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ നാം കേൾക്കുമ്പോൾ അതാണ്. ചിലരൊക്കെ ആ രീതിയിലൊക്കെ അഡിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ ഓർപ്പിക്കാനിടയായിട്ട്, അഥവാ നമ്മുടെ മനസ്സുകൾ ശരിയായ വചനനിശ്ചയമില്ലെങ്കിൽ അത് നമ്മളെ കീഴടക്കും, അത് നമ്മുടെ മനസ്സുകളെ കീഴടക്കും. അതിനുള്ള ശക്തി അതിനുണ്ട്. അത് നാം ഈ അന്ത്യകാലത്തിൽ വ്യാപരിക്കുന്ന ബോഷ്കിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നാം പറഞ്ഞത് ആരോഗ്യം നൽകുന്ന വചനം വേണ്ട. ഭക്തൻ പറഞ്ഞത് എങ്ങനെയാണ്? കേൾക്കാൻ ഇമ്പമുള്ള വചനം മതി. ആരോഗ്യം നൽകുന്ന വചനം ചിലപ്പോൾ കുത്തും, ചിലപ്പോൾ മുറിവേൽപ്പിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെയുള്ളതാണ് ഈ ആരോഗ്യം നൽകുന്ന വചനം. നമുക്കറിയാം വളർച്ചയുടെ പ്രോസസ്സിൽ ഒരുപാട് പ്രക്രിയകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വചനം വേണ്ട, കേൾക്കാൻ ഇമ്പം നൽകുന്ന വചനം മതി. പിന്നെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ശരിയായത് വേണ്ട, ഇഷ്ടമുള്ളത് മതി. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വരാൻ സാധ്യതയുണ്ട്. ഇത് 1-ാം നൂറ്റാണ്ടിൽ എഴുതിയെങ്കിൽ അന്ന് അതിൻ്റെ ചില ആരംഭങ്ങളുണ്ടായിരുന്നു. അതാണ് യോഹന്നാന്റെ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് കാലത്ത് ഇത് എത്ര അധികമാണ് വ്യാപരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസൊക്കെ ഇത്രമാത്രം പ്രചരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആ തീവ്രത എത്ര വലുതാണെന്ന് നാം ഓർത്തുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ അടിയന്തരമായി ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തുടർന്നുള്ള 3 സത്യങ്ങൾ അതിലാണ് അടങ്ങിയിരിക്കുന്നത്. അത് 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കുക. നീയോ സകലത്തിലും നിർമ്മതൻ. നിർമ്മതൻ എന്ന് വെച്ചാൽ ബി സോബർ ഇൻ ഓൾ തിങ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നല്ല സുബോധം, നല്ല മനോഭാവത്തിൽ ചെയ്യണം. അപ്പം ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആ ശുശ്രൂഷയുടെ ചില കാര്യങ്ങളാണ്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രത്യേകതകളാണ് നാം ഈ 5 വാക്യങ്ങളിലൂടെ പെറുക്കിയെടുക്കുന്നത്. നല്ല മനോഭാവത്തിൽ വേണം അത് ചെയ്യാനായിട്ട്. പൗലോസാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് ആ വെളിപ്പാട് നൽകി അത് ദൈവാത്മ നിശ്വസ്തയാൽ താൻ രേഖയാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ എഴുത്തുകളിലൂടെ നാം പരിശോധിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന പ്രധാനമായ 3 മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളിലും നാം പുലർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു മനോഭാവങ്ങളാണിത്. തെസ്സലോനിക്ക ലേഖനം നാം പഠിച്ചപ്പോൾ സുഹൃത്തുക്കളായിട്ട് ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനോഭാവവാക്യങ്ങൾ നമുക്ക് പരിചയമുള്ളവയാണ്, പിന്നീട് വായിച്ചാൽ മതി. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നാം ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും ലക്ഷ്യം. മനുഷ്യപ്രീതി ആയിരിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2-ാമത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:14 പലപ്പോഴും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടിട്ടായിരിക്കണം ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. ഇല്ലാത്തതൊക്കെ വെന്തു പോകുവാൻ ഇടയായിട്ട് ആ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 10:31 എന്ത് ചെയ്താലും ഒരു അല്പം പോലും ക്രെഡിറ്റ് എടുക്കാതെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നൊരു മനോഭാവം. പിന്നെയും ഉണ്ട് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും, ദൈവത്തെ ഭയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിലും 3 കുറിപ്പുകളായിട്ടാണ് ഞാൻ ഇതിൽ തയ്യാറാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഈ 3 അറ്റ്ലീസ്റ്റ് ഈ അടിസ്ഥാനപരമായ 3 പ്രമാണങ്ങളും ഈ 3 മനോഭാവങ്ങൾ നാം ചെയ്യുന്ന ശുശ്രൂഷയിൽ നാം പുലർത്തിയാൽ ആ നാളിൽ ലജ്ജിക്കാനിടയാക്കി. നമുക്കറിയാം നാം ഒരുപാട് സമയങ്ങളും കാര്യങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ ഇതേ മനോഭാവം അല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റായി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള സത്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് 5-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട് കഷ്ടം സഹിക്കുക. അതിൽ നിന്നാണ് ഈ തലക്കെട്ട് കൊടുത്ത്. നമുക്കറിയാം കഷ്ടം സഹിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വില കൊടുക്കുവാനായിട്ട് തയ്യാറാവണം. ഭക്തിയുള്ള ജീവിതത്തിന് അതിൻ്റെതായൊരു വിലയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. തൊഴിൽ മേഖലയിലായാലും ഏത് മേഖലകളിലും ഭക്തിയുള്ള ജീവിതത്തിനാണ് വില കൊടുക്കേണ്ടത്. ഈ വില കൊടുക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്യാഷ് കൊടുക്കുക എന്നുള്ള ആശയമല്ല. നമുക്കറിയാം ആ വില കൊടുക്കുക എന്നുള്ളത് ബൈബിളിലായാലും സെക്കുലറിലായാലും 2 ആശയങ്ങളുണ്ട്. പൈസ കൊടുത്ത് മേടിക്കുന്നു എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാണ്, ത്യാഗം ചെയ്യാൻ. നമുക്കറിയാം ഇപ്പോൾ ഫുൾ A+ കിട്ടിയ ആളാണ് നമ്മുടെ 10-ലെ ടൈറ്റസ്. അപ്പോൾ അവന് ഫുൾ A+ കിട്ടിയത് എങ്ങനെയാണ്? അപ്പോൾ ഫുൾ A+ കിട്ടുക എന്ന് പറയുമ്പോൾ
മറ്റു കുട്ടികൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ഉറക്കം സാക്രിഫൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റു കുട്ടികൾ കളിക്കാനായിട്ട് പോകുമ്പോൾ ആ കളി പോവാതെ ആ സമയം ഇതിന് സാക്രിഫൈസ്. മറ്റു പല കാര്യങ്ങൾ എങ്ങനെയാണ്. പിന്നെ FS ലേഖനം ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഒരു വാക്കും തെറ്റാതെ കൃത്യമായിട്ട് പറഞ്ഞൊരു സ്റ്റുഡൻ്റാണ് അവൻ. അപ്പോൾ എങ്ങനെ സാധിക്കുന്നു? മറ്റു കുട്ടികളൊക്കെ അങ്ങനെ അവർക്ക് അവസരങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർ കൊടുത്തിരുന്നു, പക്ഷേ ഇവനത് കൃത്യമായി. അപ്പോൾ അതിന് ചില വില കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം എന്നുള്ളത്. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് വില കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അത് ചിന്തനീയമാണ്. ഈ ലേഖന പശ്ചാത്തല പ്രകാരം 3 സത്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. 2:3 നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അത് ചിന്തിച്ചതാണ്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹി. അപ്പോൾ ഒരു നല്ല ഭടൻ്റെ ലക്ഷണമാണ് വില കൊടുക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല 2:9 നാം വായിച്ചതാണ്, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല എന്നുള്ളത്. അപ്പോൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? കർത്താവിന് വേണ്ടി ഇങ്ങനെ കഷ്ടം സഹിക്കാൻ തന്നെ പ്രേരിപ്പിച്ച് കിടക്കുമ്പോൾ എന്താ? ഞാൻ വിലയ്ക്ക് ഞാൻ കർത്താവിനുള്ളവനാണ്, അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി എന്നുള്ള ആശയം വന്നത്. അപ്പോൾ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് എന്നുള്ള ആശയം അവിടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇത് ദൈവത്തിന് പ്രസാദമാണ്. നാം അത് അടുത്ത ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ പോകുന്നു. ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. നമുക്കറിയാം, യാഗം എന്ന് പറയുന്നത് അത് ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവിക പ്രസാദമാണ്. അപ്പോൾ വില കൊടുത്തു വേണം നാം ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. മാത്രമല്ല അതിൻ്റെ വൈവിധ്യം തിരിച്ചറിഞ്ഞ് ചെയ്യണം. 5-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, വൈവിധ്യം തിരിച്ചറിയണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ സുവിശേഷകനൊന്നുമല്ലെങ്കിലും ഞാൻ അവരെക്കാൾ കൂടുതലായിട്ട് അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സുവിശേഷകൻ എന്നുള്ള പദവിയെ അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു ഓഫീസിനെ കനം കുറച്ച് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് 3 ഭാഗങ്ങളിൽ പുതിയ നിയമത്തിൽ സുവിശേഷകൻ എന്ന് പറയുന്ന ദൈവം കൊടുത്ത ദൈവസഭയിൽ ഒരു പദവിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 54 തവണ സുവിശേഷകരും മറ്റു വിശ്വാസികളും സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുന്ന കാര്യവും മൂലഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കടമെടുത്തിരിക്കുന്നത് മക്കാർദർ സ്റ്റഡി ബൈബിളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ സുവിശേഷകൻ എന്ന് പറയുന്ന ഒരു പദവി തന്നെ ബൈബിളിലുണ്ട്, തിരുവെഴുത്തിലുണ്ട്, ദൈവിക സഭയിലുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസികളും സുവിശേഷകരും സുവിശേഷം അറിയിക്കണമെന്നുള്ള സത്യവും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു മേഖലയെയും കുറച്ച് കാണുവാനായിട്ട് പാടുള്ളതല്ല എന്നുള്ള സത്യം നാം അപ്പോൾ ആ വൈവിധ്യം നാം തിരിച്ചറിയണം. ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ എന്താണെന്നുള്ളത് വൈവിധ്യം തിരിച്ചറിയണം. സുവിശേഷകനായിരിക്കുന്ന ആ വലിയ പദവിയാണോ ദൈവം സഭയിൽ തന്നിരിക്കുന്നത്, അതിൽ നാം മുന്നോട്ട് പോകുവാനായിട്ടിടെ അതല്ല, ആ പ്രവൃത്തി ചെയ്യുന്ന ഡ്യൂട്ടി നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് തിരുവെഴുത്തി പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞതുകൊണ്ട്, സുവിശേഷം അറിയിച്ചതുകൊണ്ട് അവർ വളരെ നിന്ദിക്കപ്പെടുവാൻ, കഷ്ടപ്പെടുവാൻ ഇടയായപ്പോൾ അതിലവർ സന്തോഷിക്കാനിടയായിട്ട്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നാം ഇറങ്ങുമ്പോൾ അപമാനം വരും. നമ്മുടെ യജമാനനും അത് വന്നിട്ടുണ്ട്. പക്ഷെ അവൻ അപമാനം അലക്ഷ്യമാക്കിയാണ് ക്രൂശിനെ സഹിച്ച്. അതേ മാതൃക നാം പിൻപറ്റണം. മാത്രമല്ല അതിനുള്ളൊരു ഭാരം നമുക്ക് ആവശ്യമാണ്. വെറുതെ നാം ചെയ്താൽ അതിന് റിസൾട്ട് വരികയില്ല. വലിയ നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ഒരു ഭാരം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഈ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ ആ നിധി അത് മറ്റുള്ളവരോട് അറിയിക്കണം, അതല്ലാതെ മൂടി വയ്ക്കുവാനായിട്ട് പാടില്ല എന്നുള്ള സത്യം നാം ഓർത്തിരിക്കുക. ഒടുവിലായിട്ട് അതോടെ പറഞ്ഞ് ആ 5 വാക്യങ്ങൾ വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം അതാണ് കുറുവാക്യമായിട്ട് എടുത്തത്, നിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കുക. നിന്റെ ശുശ്രൂഷ നിറപടിയായിട്ട് നിവർത്തിക്കുക എന്ന് വെച്ചാൽ അത് അന്ത്യത്തോളം ചെയ്യണം. അതിൽ നിന്നൊരു പിന്തിരിവ് ദൈവഭക്തനില്ല, ക്രിസ്തുഭക്തനില്ല എന്നുള്ള സത്യം നാം ഓർത്തിരിക്കണം. 4-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദൈവം കാണുന്നുണ്ട്. കാരണം ദൈവത്തെ, ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ചിട്ടാണ് ഈ ശുശ്രൂഷയുടെ കാര്യം പറയുന്നത്. മാത്രമല്ല കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമ്പോൾ
അതെ തന്നിടും ഒന്നും മറന്നിടാതെ ആ നല്ല നാൾ വരുന്നു. തക്കതായ പ്രതിഫലം തന്ന് മാനിക്കുന്നവനാണ് നമ്മുടെ യജമാനൻ. അതുകൊണ്ട് അന്ത്യത്തോളം ഈ ശുശ്രൂഷ ചെയ്യണം. മാത്രമല്ല കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:1 അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചു എന്ന്, കരുണ ലഭിച്ചതാണ് എന്നുള്ള ആ നന്ദി നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ പ്രധാനമായിട്ടും നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് കടന്ന് ആദ്യത്തെ 5 വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കാനിടയായിട്ട് തീർന്നതാണ്, ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? അത് ഗൗരവത്തോടെ, യഥാർത്ഥത്തോടെ, ഒരുക്കത്തോടെ, അടിയന്തരമായി, നല്ല മനോഭാവത്തോടെ, വില കൊടുത്ത്, വൈവിധ്യം തിരിച്ചറിഞ്ഞ് അന്ത്യത്തോളം ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.